എന്താണ് ഹബ്ബ്? ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അധികം നമ്മുടെ നെറ്റ്വർക്കിൽ അധികം കാണുന്ന ഒരു ഡിവൈസ് അല്ല ഹബ്ബ്. ഒരു കാലത്ത് പക്ഷേ ഈ ഹബ്ബ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരുന്നു നെറ്റ്വർക്കിൽ. കാരണം ഹബ്ബിന് കുറച്ച് പോരായ്മകളുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മളിപ്പം നിലവിൽ ഹബ്ബ് അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. പക്ഷേ ചില ഏരിയയിൽ മാത്രം നമ്മൾ ഹബ്ബുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഹബിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹബ്ബ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഈ ഒരു പോർട്ടിലോട്ട് ഞാനൊരു ഡിവൈസ് കണക്ട് ചെയ്തു. അതുപോലെ ഈ പോർട്ടലും എല്ലാം നമ്മൾ ഓരോരോ ഡിവൈസുകൾ കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ പോർട്ടൽ ഡിവൈസ് എ ഇതിൻ്റെ അകത്തുള്ള ഡിവൈസ് ബിയിലോട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹബ്ബ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർട്ട് എയിലുള്ള ഡിവൈസ് നേരെ ഡിവൈസ് ബിയിലോട്ട് ആ ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് പകരം ഹബിൻ്റെ അകത്തോട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഹബ്ബ് എന്ത് കൊടുക്കും വെച്ചാൽ എല്ലാ പോർട്ടിലും അതേ ഡേറ്റ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ പോർട്ടിലും കണക്ട് ചെയ്ത ഡിവൈസിന് ആ ഡേറ്റ കിട്ടും. അപ്പം ഹബ്ബ് മിക്കവാറും ബ്രോഡ്കാസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ആ ഡേറ്റ കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഡിവൈസ് നമ്മുടെ നെറ്റ്വർക്കിൽ വരുമ്പോഴത്തേക്കിനും ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹബിൻ്റെ അകത്ത് ഒരേ സമയം മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോഴത്തേനും ആ ഡേറ്റ എല്ലായിടത്തോട്ടും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ അതൊരു പ്രശ്നമാണ്. കാരണം ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസിലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് മറ്റെല്ലാ ഡിവൈസിനും അതേ സെയിം ഡേറ്റ കാണാൻ പറ്റുകയും അത് പ്രോസസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത് ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സമയത്ത് റിസീവ് ചെയ്യുകയും അല്ലെ ഒരു സമയത്ത് സെൻഡ് ചെയ്യാനേ മാത്രമേ പറ്റുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ രണ്ടാമത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഒരു ഡിവൈസ് മൾട്ടിപ്പിൾ ഡിവൈസുകൾ ഒരേ സമയം ഡേറ്റ മാനേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കാൻ ചാൻസ് ഉണ്ട്. കൂട്ടിയിടിക്കുമ്പോഴത്തേനും ഡേറ്റ ലോസും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നെറ്റ്വർക്കിനകത്ത് കൺജഷൻസ് കൂടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നവും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹബ്ബ് ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ഇപ്പം മോഡേൺ നെറ്റ്വർക്കിൽ ഹബ്ബ് ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് അല്ല. ഹബ്ബും സ്വിച്ച് പോലെ തന്നെയാണ്. ഇതുപോലെ ഒരു ഡിവൈസാണ്. അതിനകത്ത് കുറേ പോർട്ടുകൾ കാണും. കാണുന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഹബ്ബ് ലെയർ 1-ലാണ് OSI മോഡലിലെ ലെയർ 1-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഹബിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹബിനെ നമുക്ക് മറ്റൊരു അല്ലെങ്കിൽ നെക്സ്റ്റ് സ്വിച്ചസുമായിട്ടാണ് അത് റീപ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം ഈ പറഞ്ഞ സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. ബ്രോഡ്കാസ്റ്റ് ആണ്, എല്ലാവർക്കും അത് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അകത്ത് എന്താ പറയാ ഒരു സെക്യൂർ നെറ്റ്വർക്കിലൊക്കെ ഈ ഹബിനെ നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അതുപോലെ ഒത്തിരി ഡേറ്റ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന കാരണം അതിന്റെ പെർഫോമൻസും വളരെ പൂവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയാ പിന്നെ ഹബിന് വേറെ ലിമിറ്റേഷൻ ഉണ്ട്. 20 ഡിവൈസ് മാത്രമേ അത് മാക്സിമം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഒരു ഹബ് എൻവയോൺമെന്റിൽ.